അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇട്ട സ്റ്റിക്കി നോട്ട്സിന്റെ വീഡിയോയിലും ഡീറ്റെയിൽ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്ത് അതിനെ 1 ഇഞ്ച് വീതിയിലും നീളത്തിലുമുള്ള സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതെല്ലാം അടുക്കി പെറുക്കി ഒരേപോലെ വെച്ച് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നമുക്കൊരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കത് ഇളകി മാറാതിരിക്കാനായിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഈ പേപ്പർ സെറ്റിന്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് വേറൊരു വൈറ്റ് പേപ്പറാണ്. ഈ വൈറ്റ് പേപ്പർ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സെറ്റിനേക്കാൾ ഒരു പൊടിക്ക് വീതി നീളവും ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ. ഇനി ആ പേപ്പറിനെ സിക്സാഗ് ആയിട്ട് അങ്ങ് മടക്കിയെടുക്കുക. അത് കഴിഞ്ഞ് പേപ്പറിന്റെ ടോപ്പ് ഭാഗത്തേക്ക് ഞാൻ ഇച്ചിരി ഒരു ഡിസൈൻ വർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ബോയും 2 ചെവിയും 2 കണ്ണും 1 മൂക്കും മതിയല്ലോ. ഇനി നമ്മൾ വെച്ച സെറ്റ് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ പേപ്പറിലേക്ക് ഓരോന്നോരോന്നായിട്ട് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ഒരു സെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പല കളേഴ്സിലുള്ള പല സെറ്റ് ഉണ്ടാക്കിക്കോളി. അപ്പോൾ ഒരെണ്ണം റെഡിയായി. ഇനി അടുത്തതിന് ഏകദേശം ഒരേപോലെ വലുപ്പമൊക്കെ വരുന്ന കുറച്ച് പേപ്പർ സ്ട്രിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം ഒരുമിച്ച് വെച്ച് ഒന്ന് 4ആയി ഞാൻ മടക്കുന്നുണ്ട്. ഒരളവ് കിട്ടാൻ മടക്കിയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് 4 പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി വീതി കുറവുള്ള ഒരു സെല്ലോ ടാപ്പ് നീളത്തിൽ അങ്ങ് വിരിച്ചു വെക്കാം. ഒട്ടിപ്പ് വരുന്ന ഭാഗം മുകളിലേക്കാക്കി വേണം വെക്കാൻ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഓരോ പീസും അടുത്തടുത്തായി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. സെല്ലോ ടാപ്പിന്റെ ഒരറ്റം പുറത്തേക്ക് വേറെ നിൽക്കണേ. അധികം ഗ്യാപ്പ് ഇല്ലാതെ വെക്കുന്നതായിരിക്കും നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം. അതല്ലെങ്കിൽ ഇത് കത്രികയിലൊക്കെ പറ്റിപ്പിടിച്ച് ഇത്തിരി പണിയാക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ മേലേക്ക് മേലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത്തിരി കട്ടിയുള്ള പേപ്പർ തന്നെ ആയിക്കോട്ടെ. അതിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് എല്ലാം വരച്ച് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത സെറ്റെല്ലാം അതിലേക്ക് നിരത്തി ഒട്ടിച്ചു. പിന്നെ ബ്രഷ് പെന്നൊക്കെ വെച്ച് അതിൽ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് എന്നൊക്കെ എഴുതി എന്തെങ്കിലുമൊക്കെ പൂവും കായൊക്കെ വരച്ച് വെക്കുക. ഒന്ന് ഒട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം സെറ്റാണ്. ഇനി നമ്മുടെ അടുത്ത പാറ്റേണിന് ഇതേപോലെ പേപ്പർ സ്ട്രിപ്സ് ഉണ്ടാക്കി അത് 3ആയിട്ടാണ് ഞാൻ മടക്കുന്നത്. എന്നിട്ട് ആ മടക്കിയ പാടിലൂടെ വെട്ടിയെടുത്തു. പിന്നെ അതൊക്കെ ഒന്നും കൂടെ കട്ട് ചെയ്ത് ഒരു ആരോ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൂ സ്റ്റിക്ക് ആണ് കേട്ടോ. ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് ഗ്ലൂ സ്റ്റിക്ക് ആക്കി ഒന്നിൻ്റെ മേലെ ഒന്നായി ഒട്ടിച്ച് വെക്കുക. ഒരു ബേസ് വേണമല്ലോ, അല്ല ബാക്ക്ഗ്രൗണ്ട്. അതിനായി നേരത്തെ എടുത്ത പേപ്പറിന്റെ ബാക്കി അതിൽ കുറച്ച് ലൈൻസും ബ്രഷ് പെന്ന് കൊണ്ട് കുറച്ച് സ്ട്രോക്സും എല്ലാം വരച്ച് ഇത്തിരി അട്രാക്റ്റീവാക്കി എടുത്തു എന്ന് പറയാം. അതേ വെച്ച സെറ്റെല്ലാം ഇതിലേക്ക് വീണ്ടും ഒട്ടിച്ചു. ഇതിലും എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റിക്കി നോട്ട്സ് ആണെന്ന്. കാരണം ഇനി കാണുന്നവരാരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ നമ്മുടെ 3 ഡിസൈനിലുള്ള 3 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കുറേ നാളത്തെ റിക്വസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടേ. നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി പതിവ് പോലെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അടുത്തത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനും ചെയ്യാം. ബൈ.